श्री राम जय जय राम। श्री राम जय जय राम। ओम संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। जय जय शङ्कर हर हर शङ्कर, जय जय शङ्कर हर हर शङ्कर. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വാസ്തവ് ചാനലിലൂടെ കഴിഞ്ഞ തവണ, അത് 2 വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ തവണ നമ്മൾ രാമായണത്തെ പറ്റി ഒരു സീരീസ് ചെയ്തിരുന്നു. 30 ദിവസങ്ങളായി ചെയ്തു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ രാമായണ മാസം, പുണ്യകാലം, ദക്ഷിണായനം തുടങ്ങിയ കാലം, ജൂലൈ 17 കർക്കിടക മാസത്തിൻ്റെ 1-ാമത്തെ പകൽ നമ്മൾ ഇവിടെ രാമായണ സമാചരണത്തിൻ്റെ മാസസമാചരണത്തിൻ്റെ ഭാഗമായിട്ട് രാമചരിതത്തെ, വാൽമീകിയുടെ രാമചരിതത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ എല്ലാം കൂടി കലർത്തി എല്ലാ സർഗങ്ങളിലെയും അല്ലെങ്കിൽ എല്ലാ കാണ്ഡങ്ങളെയും കലർത്തിയാണ് പറഞ്ഞത്. ഇത്തവണ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ശ്രീരാമ അവതാര ഘട്ടത്തെ, അത് ബാലകാണ്ഡത്തിൽ വരുന്നതാണ്, 18-ാം സർഗം, 16, 17, 18 ഈ അശ്വമേധയാഗം നടത്തുന്നതും പുത്രകാമേഷ്ടി നടത്തുന്നതും പായസത്തെ നൽകുന്നതും ഒക്കെയാണ്. ഋഷ്യശൃംഗ മുനി, ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞാൽ ഉച്ചിയിൽ ഒരു കൊമ്പുള്ള മുനിയാണ്. അത് സാധാരണ ആളല്ല, മഹാതപസ്വിയാണ്. അദ്ദേഹം വരികയും ദശരഥ മഹാരാജാവിന് വേണ്ടി യാഗം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയ ശേഷം ശാന്തയാ പ്രയയൗ സാർദ്ധം ഋഷ്യശൃംഗ സുപൂജിത എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ശാന്തതയോടുകൂടി അദ്ദേഹം, ഋഷ്യശൃംഗ മഹർഷി, തിരിച്ചു പോവാണ്. അപ്പോൾ ആ സമയത്ത് ദശരഥ മഹാരാജാവും പരിവാരങ്ങളും ഒക്കെ കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കാരണം അവർ എല്ലാവരും ഒരു സുപ്രജ ഉണ്ടാവുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ കാത്തിരിക്കുന്ന സമയത്താണ് 12-ാം മാസത്തിൽ, ചൈത്രമാസത്തിലുള്ള ശുക്ലപക്ഷ നവമി തിഥിയിൽ അതിഥി ദേവതയായുള്ള പുണർദം നക്ഷത്രത്തിൽ ആദിത്യൻ, സൂര്യൻ, ചൊവ്വ, കുജൻ, ഗുരു, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ, അപ്പോൾ ഇതൊക്കെ ആദിത്യൻ, ചൊവ്വ, ഗുരു, ശുക്രൻ, ശനി 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന രീതിയിൽ കർക്കടക ലഗ്നത്തിൽ ഗുരു ചന്ദ്രനോടുകൂടി ഉദയമാകുമ്പോൾ ലോകങ്ങൾക്കെല്ലാം നാഥനും, അത് പലർക്കുമുള്ളൊരു ധാരണയാണ്, വാൽമീകിയുടെ രാമൻ കേവലം മനുഷ്യനാണ് എന്നൊരു തർക്കം പലരും ഉന്നയിക്കാറുണ്ട്. വാൽമീകിയുടെ രാമൻ കേവലം മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് തന്നെ വാൽമീകി മനസ്സിലാക്കി തന്നെയാണ് വാൽമീകിയെ രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത്. സർവലോക നമസ്കൃതം എന്നാണ് വാൽമീകി മഹർഷി ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ ലോകങ്ങളും നമസ്കരിക്കുന്നവനുമായിട്ടുള്ള ദിവ്യലക്ഷണ സംയുതം, ദിവ്യങ്ങളായിട്ടുള്ള ഡിവൈൻ മാർക്സ് ഉള്ള, ഡിവൈൻ ലക്ഷണങ്ങളുള്ള, ദിവ്യലക്ഷണങ്ങളുള്ള വിഷ്ണോ അർദ്ധം, മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമായവനാണ്. അപ്പം പലരും രാമായണത്തെ പറ്റി പറയുമ്പോൾ വാൽമീകിയുടെ രാമൻ കേവലം മനുഷ്യനായിരുന്നു, ദേവനല്ല, വീരാരാധനയുടെ ഭാഗമായിട്ടാണ് രാമനെ ദൈവമായിട്ട് ആദരിക്കുന്നതൊക്കെയുള്ള തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തുന്നവരോടാണ് വാൽമീകി സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്, മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. വിഷ്ണോ അർത്ഥം, മഹാഭാഗം, മഹാഭാഗ്യശാലിയും, ഇക്ഷ്വാകു നന്ദനം, ഇക്ഷ്വാകു കുലത്തിൽ പിറന്നവനും, രാമം, ശ്രീരാമൻ എന്ന, ശ്രീരാമനായിട്ടുള്ള, പുത്രം കൗസല്യ അജനയത്, അങ്ങനെയുള്ള പുത്രനെ, മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമായിട്ടുള്ള, മഹാതേജസ്വിയായിട്ടുള്ള, ലോകങ്ങൾക്കെല്ലാം പരിപാലനം നടത്തുന്ന നാഥനായിട്ടുള്ളവനായ ശ്രീരാമചന്ദ്രസ്വാമിയെ കൗസല്യ മാതാവ് പ്രസവിച്ചു എന്ന് തന്നെയാണ്
വാൽമീകി രാമായണം എഴുതിയിട്ടുള്ളത്. അളവറ്റ തേജസ്സാർന്ന ആ പുത്രനാൽ കൗസല്യാദേവി ദേവന്മാരിൽ വെച്ച് ഉത്തമനായ വജ്രപാണിയായ ഇന്ദ്രനാൽ അതിഥി എന്ന പോലെ വിളങ്ങി. ദേവേന്ദ്രന്റെ നോക്കൂ, ശ്രീരാമചന്ദ്രസ്വാമിയെ കേവലം ഒരു മനുഷ്യനെ ചിത്രീകരിക്കുന്നതിലുള്ള ദുഷ്ടലാക്ക് എന്തെന്ന് വെച്ചാൽ, ശ്രീരാമചന്ദ്രസ്വാമി കേവലം മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യാതൊരു ദൈവികതയും ഇല്ലാത്ത ഒരു ബിംബത്തോടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യാതൊരു ദേവാംശവുമില്ലാത്ത ഒരു സാധാരണ ചപലതകളുള്ള മനുഷ്യനോടാണെന്ന് വരുത്തി തീർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് പല കോണിൽ നിന്നിങ്ങനെ വാൽമീകി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇവരാരും രാമായണം കണ്ടിട്ട് പോലുമില്ല എന്നുള്ളത് സുസ്പഷ്ടമാണ്. രാമായണത്തിൽ ഇതാ സ്പഷ്ടമായി ബാലകാണ്ഡത്തിലെ 18-ാം സർഗത്തിൽ പറഞ്ഞിരിക്കുന്നു, ശ്രീരാമചന്ദ്രസ്വാമി മഹാവിഷ്ണുവിൻ്റെ അർദ്ധാംശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദേവമാതാവായ അതിഥിയെ പോലെ ഇവിടെ കൗസല്യ മാതാവ് വിളങ്ങി എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. പ്രത്യക്ഷ വിഷ്ണുവിൻ്റെ, അതായത് ശ്രീരാമന്റെ 4-1 സർവഗുണങ്ങളോട് കൂടിയ ഭരതൻ എന്നു പേരുള്ള സത്യസന്ധൻ കൈകേയിയിൽ ജനിച്ചു. പിന്നെ മഹാവിഷ്ണുവിന്റെ അംശത്തോടു കൂടിയവരും എല്ലാ അസ്ത്രവിദ്യയിലും സമർത്ഥരുമായ വീരന്മാരുമായ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന പുത്രന്മാരെയും സുമിത്രാദേവി പ്രസവിച്ചു. ഇവരെല്ലാം പായസം പങ്കിട്ട് ഭുജിച്ചതിന്റെ പേരിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ദിവ്യഗർഭങ്ങൾ ഉണ്ടായത്. നിഷ്കളങ്ക ബുദ്ധിയുള്ളവനായ ഭരതൻ പൂയം നക്ഷത്രത്തിൽ മീനരാശി ഉദയമായപ്പോൾ സുമിത്രയുടെ 2 പുത്രന്മാരും ആയില്യം നാളിൽ ആദിത്യൻ ഉദിച്ച് ഉച്ചയായ കർക്കടക ലഗ്നത്തിൽ ജനിച്ചു. കാന്തിയാൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് തുല്യന്മാരും മഹാത്മാക്കളും ഗുണവാന്മാരുമായ ഈ 4 പുത്രന്മാർ ഓരോരുത്തരും അന്യോന്യം സമന്മാരായി രാജാവിന് ജനിച്ചു. ദശരഥന് പുത്രന്മാരായി ഉണ്ടായി. ഗന്ധർവന്മാരും മധുരമായി ഗാനം ചെയ്തു. ഗന്ധർവന്മാര് സന്തോഷിക്കുന്നത് സുഖദർശനത്തിലാണ്. നല്ലതുണ്ടാവുമ്പോൾ അവർ പാട്ടുപാടും, നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ പാട്ടുപാടും. നല്ല നല്ല ഭൂമിയിൽ കൂടുതൽ സുഖം ദർശിക്കുമ്പോൾ. ഇപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ, അതായത് ലോകം കാക്കുന്ന ലോകത്തിൻ്റെ നാഥനായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ അംശങ്ങൾ, അർദ്ധാംശം തന്നെ രാമനായും ബാക്കിയുള്ള 3 സോദരരായും ബാക്കിയുള്ള അംശങ്ങളും ജനിച്ചപ്പോൾ അതിൽ പരം സന്തോഷം. കാരണം ജനിച്ചിരിക്കുന്നത് യുഗാവതാരമാണ്, ത്രേതായുഗത്തിൻ്റെ യുഗാവതാരമാണ് ജനിച്ചിരിക്കുന്നത്. ആ യുഗാവതാരത്തെ വരവേൽക്കുവാൻ വേണ്ടി ഗന്ധർവന്മാർ എന്തെന്നില്ലാത്ത സന്തോഷത്താൽ പാടി എന്നാണ്. ഗന്ധർവന്മാരെ പറ്റി പൊതുവെ പറയുന്ന അവർ പെട്ടെന്ന് ദുഃഖിക്കുന്നവരും പെട്ടെന്ന് സുഖിക്കുന്നവരുമാണ്. അത്തരത്തിൽ ഇവിടെ അവർക്കുണ്ടായ ആഹ്ലാദം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതെ, അവർക്കുള്ള ആഹ്ലാദം അടക്കി നിർത്താൻ കഴിയാതെ അവർ പാടുകയാണ്. അപ്സരസ്സുകൾ നൃത്തം ചെയ്തു, ദേവദുന്ദുഭി വാദ്യങ്ങൾ മുഴങ്ങി, പുഷ്പവൃഷ്ടിയും ആകാശത്തിൽ നിന്ന് പൊഴിഞ്ഞു. ലോകത്തിന് ക്ഷേമമുണ്ടാവാൻ വേണ്ടി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ എന്ന് സംശയമില്ലാതെ നാം മനസ്സിലാക്കണം. നാം പ്രാർത്ഥിക്കുന്നത്, രാമനാമം ജപിക്കുന്നത്, രാമനാമം എഴുതുന്നത് കേവലം ഒരു വീരനായ മനുഷ്യനെ സ്തുതിച്ചുകൊണ്ടല്ല, മനുഷ്യരൂപത്തിൽ അവതരിച്ച ഈശ്വരനെ തന്നെയാണ്, മഹാവിഷ്ണുവിനെ തന്നെയാണ് നാം സ്തുതിക്കുന്നത് എന്നത് മറന്നുപോകരുത്. ഇവിടെ അയോധ്യയിൽ അറിയാമല്ലോ, നാട്ടിൽ കുറേ കാലമായി രാജാവിന് പുത്രന്മാരില്ലാതെ വിഷമിച്ചത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പുത്രന്മാർ ഉണ്ടായി, അതും സാധാരണ പുത്രന്മാരല്ല, ഈശ്വരൻ തന്നെ അയോധ്യയെ അനുഗ്രഹിക്കാൻ വേണ്ടി എഴുന്നള്ളി എന്നറിഞ്ഞപ്പോൾ, ഈശ്വരൻ തന്നെ രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരായി അവതരിച്ചു എന്നറിഞ്ഞപ്പോൾ അയോധ്യയിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരായി, ജനക്കൂട്ടം വമ്പിച്ച ഉത്സാഹത്തോടു കൂടി എല്ലാത്തരം അലങ്കാരങ്ങളും വാദ്യഘോഷങ്ങളും പാട്ടും നൃത്തവുമായി. അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ ഒരാൾക്ക് നന്മയുണ്ടായാൽ എന്തെന്നില്ലാതെ സന്തോഷിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ഒരാൾക്ക് നന്മയുണ്ടായിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാതെ സന്തോഷിക്കുമോ, അതോ എന്തെന്നില്ലാതെ ദുഃഖിക്കുമോ, അല്ലെങ്കിൽ പാര പണിയുമോ എന്നൊക്കെ നമുക്ക് ചുറ്റിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ തെരുവീഥികളെല്ലാം ജനക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞു. അവർ ആഹ്ലാദത്തോടു കൂടി നടന്മാരാലും നർത്തകന്മാരാലും നിറയപ്പെട്ടു. പാട്ടുപാടാൻ തുടങ്ങി കുറേ പേര്, വാദ്യം വായിക്കാൻ തുടങ്ങി കുറേ പേര്. അങ്ങനെ മൊത്തത്തിൽ ആഘോഷഭരിതമായി അയോധ്യ മുങ്ങി. അയോധ്യ സന്തോഷക്കടലിൽ മുങ്ങി. ഇപ്പോൾ രാജാവ്
തന്നെ പറ്റി പുകഴ്ത്തുന്ന സൂതന്മാർക്കും കുലപരമ്പരയെ കീർത്തിക്കുന്ന കലാകാരന്മാർക്കും ഒക്കെ ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കൊടുത്തു. ബ്രാഹ്മണർക്ക് പണവും ഗോദാനങ്ങളും ആയിരക്കണക്കിൽ കൊടുത്തു. 11 ദിവസം ചെന്ന ശേഷം നാമകരണത്തെ പിൻവരുമാറ് ചെയ്തു. അതായത് 11 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നാമകരണം ചെയ്തു. മഹാത്മാവായ മൂത്തപുത്രനെ, അത് വാൽമീകി പറഞ്ഞിരിക്കുന്ന മഹാത്മാനം എന്നാണ്, മഹാത്മാവായിരിക്കുന്ന രാമൻ. അപ്പോൾ ഒരു മനുഷ്യൻ മഹാത്മാവ് എന്നൊക്കെ ഇപ്പോൾ വളരെ സുലഭമായ ആരെയൊക്കെ വിളിക്കുന്ന, അതായത് അവനവൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ വേണ്ടി ആരെയൊക്കെയോ മഹാത്മാവ് എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ 100 വർഷങ്ങളായി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ലോകത്തിൻ്റെ മർമ്മം സത്യം ദർശിച്ച ഒരു സത്യദ്രഷ്ടാവായ ഋഷി വാൽമീകി എന്ന മഹർഷി പറയുകയാണ് രാമൻ മഹാത്മാവാണ്. എന്താണ് മഹാത്മാവാൻ കാരണം? രാമൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ, മഹാവിഷ്ണു എന്ന ശക്തിയുടെ അംശാവതാരമാണ്. അർദ്ധാംശം, നേരെ പകുതി മഹാവിഷ്ണു, നേർ പകുതി ആണ് രാമനായി അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിസ്സാരമല്ല. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി നോക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആ പദം തീർത്തും യുക്തമാണ്. മഹാത്മാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യേഷ്ഠം രാമം മഹാത്മാനം. മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രസ്വാമിയെ രാമനെന്നും, കൈകേയിയുടെ പുത്രനെ ഭരതനെന്നും, സുമിത്രയുടെ തനയനെ ലക്ഷ്മണനെന്നും, മറ്റൊരു പുത്രനെ ശത്രുഘ്നൻ എന്നും, അപ്രകാരം വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമചന്ദ്രസ്വാമിക്കും സഹോദരങ്ങൾക്കും നാമകരണം ചെയ്തത്. പരമപ്രീത എന്ന് പ്രത്യേകം വാൽമീകി മഹർഷി പരമപ്രീതനായിക്കൊണ്ട്, അതായത് അത്യധികം സന്തോഷിച്ചുകൊണ്ട്, സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് നാമകരണം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അപ്പം അത് അത്യന്തം സന്തോഷപൂർവ്വം വസിഷ്ഠ മഹർഷി നിർവഹിച്ചു. അങ്ങനെ പേരുകളിട്ടു. അപ്പോൾ പട്ടണത്തിലും നാട്ടുമ്പുറങ്ങളൊക്കെ ബ്രാഹ്മണർക്കും മറ്റ് ആളുകൾക്കും, പാട്ടുപാടിയവർക്കും, നൃത്തം ചെയ്തവർക്കും, തോരണമിട്ട് അലങ്കരിച്ചവർക്കും, പാതകൾ ഒരുക്കിയവർക്കും, രഥങ്ങൾ ഒരുക്കിയവർക്കും ഒക്കെ രാജാവ് അത്യധികം സന്തോഷത്തോടെ പലവിധ രത്നങ്ങളും മറ്റ് സന്തോഷകരമായ സമ്മാനങ്ങളും നൽകി. ജാതകർമ്മം മുതലായ എല്ലാ ശാന്തികർമ്മങ്ങളും നടത്തിച്ചു. അവരിൽ മൂത്തവനായ ശ്രീരാമചന്ദ്രസ്വാമി ധ്വജം പോലെ പിതാവിന് സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നവനായി കൊടി ഇങ്ങനെ ഉയരുകയാണല്ലോ, കൊടി ഉയർത്തി കൊടി ഉയരുകയാണ്. ഒരു കൊടി ഉയരുന്നത് പോലെ അത്ര സന്തോഷം, ആഹ്ലാദം, ഹർഷാതിരേകമെന്നോ ആനന്ദാതിരേകമെന്നോ പറയാം. അതിങ്ങനെ ഉയർന്നു പർവ്വത്തിലെ പിന്നെ ഈ കടൽ ഈ പൗർണമിക്ക് ഉയരുന്നത് പോലെ അങ്ങ് ഉയർന്ന് രാജാവിന്, ദശരഥ മഹാരാജാവിന് സന്തോഷം ഉയർന്നു. ഇതാണ് ഇത്. ഭൂതാനാം സ്വയംഭൂ ഇവ, ജീവജാലങ്ങൾക്ക് ബ്രഹ്മാവിനെ പോലെ, സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മാവിനെ പോലെ സന്തോഷം സമ്മതനായി ഭവിച്ചു ശ്രീരാമൻ. എല്ലാവരും വേദജ്ഞന്മാർ, ശൂരന്മാർ, എല്ലാവരും ലോകത്തിന് ഗുണം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവർ, എല്ലാവരും ജ്ഞാനസമ്പന്മാർ എന്ന എല്ലാവരും സദ്ഗുണങ്ങളോട് കൂടിയവർ. അവരിൽ വെച്ച് ഏറ്റവും തേജസ്വിയും പരാക്രമിയുമായ ശ്രീരാമൻ. അതായത് ലോകത്ത് വേദജ്ഞന്മാർ, ശൂരന്മാർ തുടങ്ങിയ എല്ലാ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണങ്ങളിലെല്ലാം അവരിലെല്ലാം ദ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒരു വ്യക്തിയിൽ ചേർന്നാൽ അത് ശ്രീരാമചന്ദ്രസ്വാമിയാണെന്നാണ് ഇവിടെ വ്യംഗ്യം. മഹാതേജാഹ് എന്ന് പറയും, മഹാതേജസ്വിയാണ് ശ്രീരാമചന്ദ്രസ്വാമി. നിർമ്മലനാണ്, കളങ്കരഹിതനാണ്. ചന്ദ്രനെ പോലെ, ശശാങ്ക ഇവ, ചന്ദ്രനെ പോലെ എല്ലാ ലോകത്തിനും കുളിർമയേകുന്ന സാന്നിധ്യമായിരുന്നു ശ്രീരാമാവതാരത്തിൻ്റെതെന്നും വ്യക്തമാണ്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമി എല്ലാ കലകളിലും, എല്ലാ ആയുധവിദ്യകളിലും, എല്ലാത്തിലും മുമ്പനായി. ആനയേറ്റം, കുതിരയേറ്റം, തേരോടിക്കുന്നതിൽ എല്ലാറ്റിലും സമർത്ഥനാണ്. പിന്നെ ധനുർവേദത്തിൽ വിശേഷിച്ചും, അതായത് വില്ലുകൊണ്ടുള്ള വിദ്യ, അതായത് അസ്ത്രം തൊടുക്കുവാനുള്ള യുദ്ധവിദ്യയിൽ ആസക്തി ഉള്ളവനായിരുന്നു. പിതാവിൻ്റെ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സൽപുത്രനായിരുന്നു. അത് വെറുതെ അച്ഛൻ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കുട്ടിയായിരുന്നില്ല, അച്ഛനെ അനുസരിക്കുന്ന കുട്ടിയായിരുന്നു. അത് രാമന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്ന കാര്യമാണ്. ശ്രീരാമചന്ദ്രസ്വാമി ഭാരതത്തിന് നൽകിയത് ഇനി ഒരു 5000 ആണ്ട് പിന്നിട്ടാൽ പോലും
തീരാത്ത നിധിയാണ്. ശ്രീരാമചന്ദ്രസ്വാമി പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും തരികയല്ല ചെയ്തത്. ശ്രീരാമചന്ദ്രസ്വാമി സ്വയം ആ ജീവിച്ചു കാണിച്ച പാത രാമായണത്തിലൂടെ വാൽമീകി മഹർഷിയാൽ വർണ്ണിക്കപ്പെട്ടത് ലോകമുള്ള കാലത്തോളം മനുഷ്യർക്ക് മാർഗനിർദ്ദേശകമാണ്. അതാണ് ഇവിടെ ഇത്രയും ഗുണങ്ങൾ വർണ്ണിക്കാൻ കാരണം. ഇപ്പോൾ സകലവിധ സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കുന്ന ലക്ഷ്മണൻ, ലോകത്തെ രമിപ്പിക്കുന്ന ലോകത്തെ രമിപ്പിക്കുന്നവനും ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീരാമന് ബാല്യം മുതൽ എപ്പോഴും അധികം പ്രീതിയുള്ളവരാണ്. ലക്ഷ്മണനാണ് രാമന്റെ ബഹിപ്രാണൻ എന്ന് പറയും. അകത്ത് നമുക്ക് പ്രാണനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പുറത്തൊരു പ്രാണനുണ്ടെങ്കിൽ അത്രയും ബന്ധമാണ് സഹോദരനായ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു സൗഭ്രാത്ര്യം അല്ലെങ്കിൽ എന്താ പറയുക, ബ്രദർഹുഡ്. ഒരു കുടുംബത്തിൽ തന്നെ അമ്മമാർ വ്യത്യസ്തരെങ്കിലും ആ പ്രേമം, കുടുംബത്തിന്റെ പ്രേമ പരിസരം, സഹോദരന്മാർ എങ്ങനെയായിരിക്കണം, സ്വത്തിന് വേണ്ടി തർക്കിക്കുകയും കടിപിടി കൂടുകയും വെട്ടിക്കൊല്ലുകയും കേസിനും വക്കാണത്തിനും പോവുകയും ചെയ്യുന്ന രീതിയിലല്ല രാമൻ നിർദ്ദേശിച്ചത്. പ്രേമം കൊണ്ട്, പരസ്പര പ്രേമം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതാണ് ബാലകാണ്ഡത്തിലെ ശ്രീരാമ അവതാരത്തിന്റെ ചുരുക്കമായ കാര്യം. ബാക്കി പാഠങ്ങൾ ഇതേപോലെ വീഡിയോയിൽ വന്നിട്ട് ആയിരിക്കണം എന്നില്ല, കാരണം എനിക്ക് തിരക്കുകളും യാത്രകളുള്ളതുകൊണ്ട് എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓഡിയോ ആയിട്ടാണെങ്കിലും ഈ ക്ലാസ്സുകൾ 30 ദിവസം എത്തിക്കാൻ ശ്രീരാമചന്ദ്രസ്വാമി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ. श्रीराम जय राम जय जय राम, श्रीराम जय राम जय जय